മൂഞ്ച അവസ്ഥ തന്നെ പറയാനുള്ളൂ. എന്നെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് പേടിയായിപ്പോയി. ആ ഒരു സമയത്ത് ഞാൻ പുറകിൽ ഒരു കടിയും ഒരു മാന്തും കൊടുത്തിട്ടുണ്ട്. അത് പാടിപ്പോഴും ഉണ്ട്. ഇന്നലെ വരെ മാനു എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. നിന്റെ കാല് പിടിക്കുക, എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനാവുന്നില്ല. നമ്മളുടെ മോനോട് കുഞ്ഞിനോട് ഒരു വാപ്പ കൊടുക്കുന്ന ഒരു സ്നേഹം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. അങ്ങനെ ആണെങ്കിൽ എന്റെ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോ എന്നെ തല്ലെന്നൊരു സംഭവം ഉണ്ടാവില്ല. കുട്ടി അത്ര അലറി കരയുമ്പോ ഒരിക്കലും ഒരു അത്ര സ്നേഹമുള്ള വാപ്പ ഒരിക്കലും ചെയ്യില്ല. സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു ബന്ധമില്ല, ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും അല്ല. അല്ല, നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ല. വെറുതെ മെഹനാസ് പറഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റോറി മാത്രമാണ് അത്. അതിനുശേഷം മെഹനാസ് സഫിനോട് സംസാരിച്ചിരുന്നില്ലേ? ഞാൻ ഒളിച്ചോടി പിന്നെ ഇവിടെ നിൽക്കൂലോ. നമ്മ പോയില്ലേ, അടവിട്ട് പോയില്ലേ. കാരണം മീഡിയക്ക് മുന്നിൽ വരേണ്ട ആവശ്യമില്ല, ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. മെഹനാസ് ശരിക്കും സഫയെ ഉപദ്രവിക്കായിരുന്നു? ഇടിക്കുക, കുത്ത, അങ്ങനെയൊക്കെ. നല്ല ആണുങ്ങളെ എങ്ങനെയാണോ ഇടിക്കുക അതുപോലെ. പക്ഷെ ആണുങ്ങളെ എനിക്ക് തോന്നുന്നില്ല ആണുങ്ങളായിട്ട് മാനു ഇടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിട്ടേൺ കിട്ടും, പക്ഷെ പെണ്ണുങ്ങളുടെ അടുത്തേ നടക്കൂ. അപ്പൊ പ്രതികരിച്ചിരുന്നില്ല ഒരു സമയത്ത്? ഒരു വട്ടം പ്രതികരിച്ചു. എപ്പോഴാണ് സഫയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് മെഹനാസ് ഇങ്ങനെ സൈക്കോ ആയി മാറി തുടങ്ങി? അല്ലെങ്കിൽ ഒന്ന് ശാരീരികവും മാനസികമൊക്കെ ആയിട്ടും തളർത്തും. ഇതിപ്പോ ഈ അടുത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ആ തെളിവുകളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഡൗൺ ആക്കി കളയും. അത് നമ്മള് വാടകക്ക് താമസിച്ച സമയത്ത് മാനുവിന്റെ ഏതോ ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. ഞാൻ അത് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇതാരാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എനിക്കിങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ സൗണ്ട് ആക്കിയ മാനുവിന് ദേഷ്യം വരും. നമ്മൾ തല്ലുമ്പോൾ നമ്മൾ അലറാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മൾ അങ്ങനെ മിണ്ടുമ്പോൾ അടി ഇരട്ടിയാവും, അധികം കിട്ടും. മിണ്ടാണ്ട് അടി കൊള്ളണം. റിഫ മരിച്ചതിന് പിന്നില് മെഹനാസ് ആണ്. അപ്പോ സഫയ്ക്ക് എന്തെങ്കിലും ദുരൂഹമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ദുരൂഹത തോന്നിയെന്ന് പറയില്ല. എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണില്ല. മൂന്നാറിൽ വെച്ചിട്ട് അവളെ ഇതുപോലെ വേറൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച സമയത്ത് പോലും സൂസൈഡ് ചെയ്യാത്തൊരു വ്യക്തി, അത്ര ഹാപ്പി ആയിട്ട് വരുന്ന ഒരാൾ ഒരിക്കലും സൂസൈഡ് ചെയ്യാൻ തോന്നുന്നില്ല. മൂന്നാർ വെച്ച് ചെയ്യാത്ത ആള് ഇവിടെ വെച്ചിട്ട് ആ ഒരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളെ പോലെ തോന്നി സംസാരത്തിലൊക്കെ. നമുക്ക് മറ്റാളുടെ വശം നമുക്ക് കേൾക്കുന്നില്ലല്ലോ, അയാള് ലോകത്തില്ലാലോ. ഞാൻ മാനു പറയുന്നതൊക്കെ കേട്ടു. ആകെ എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിന്ന് പറഞ്ഞിട്ട്. റിലേഷൻ ഉണ്ടായിന്ന് പറഞ്ഞപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മാനു എടുത്ത് പറയും, ഇതുപോലത്തെ ഒരു ക്യാരക്ടർ മാനുവിൻ്റെതാണെങ്കിൽ അവൾ ചിലപ്പോ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ഭാര്യ റിഫയ്ക്കും ഇങ്ങനെ സംഭവിച്ചത്. രണ്ടാമത്തെ ഭാര്യ ഒളിച്ചോടി പോയതും മെഹനാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നതെല്ലാം ഒന്നും സത്യമല്ല. അപ്പൊ നമ്മുടെ ലൈഫ് തന്നെ നോക്കിയാലും ഞാൻ ചിരിച്ചല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാത്തിലും ചിരിച്ചും കളിച്ചത് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അതുപോലെ റിഫാന്റെ അവസ്ഥയാണെങ്കിലും ചിരിച്ചിട്ടല്ലാണ്ട് റിഫ വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് അവർക്കേ അറിയുള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഒന്നും സത്യമല്ല. മെഹനാസ് കുട്ടീനെ കാണാൻ പോവില്ല, അങ്ങനെ കോർട്ടിൽ ഇത് നടക്കുമല്ലോ, കുട്ടീനെ ആർക്ക് വേണം എന്നുള്ള ഇതില് മാന് പോയിട്ടുണ്ടായില്ല. അപ്പൊ കുട്ടി അവർക്കായി, റിഫായുടെ ഫാമിലിക്ക് സ്വന്തമായി. ഈ ഇഷ്യൂ നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം ലല്ലു കോണ്ടാക്ട് ചെയ്യും? മീൻസ് ഇങ്ങനെ റൂമർ ഇറങ്ങിയപ്പോ കേസ് കൊടുക്കണ ആരും അങ്ങോട്ട് കൂടെ സംസാരിക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഫസി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തോ? ഫസി കോള് വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല. മെസ്സേജുകൾ ഒരുപാട് തെറികളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. ഇതാണ് ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ. ഇതെനിക്ക് അയച്ചു തന്നിട്ട് വാവായിട്ടുണ്ട്, എടി ഉളുപ്പുണ്ടോടി, എത്ര പേരുടെ കൂടെ കിടന്നു, ഇതുപോലെ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോഴുള്ള ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അതുപോലത്തെ ചാറ്റും വായിന്ന് വന്നത് അമ്മാതിരി വാക്കുകളാണ് വന്നത്. ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെ ജീവിക്കാന്ന് പറയാൻ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടറുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം ഞാനിപ്പോ സൈബറിൽ കേസ് കൊടുത്തു, എന്നെ പറ്റി ഇനി വീഡിയോസ് ഒന്നും ഇടരുത് എന്ന് പറഞ്ഞ് സൈബറിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വരെ വിളിച്ചു പറഞ്ഞു ഇനി വീഡിയോസ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ ഉറപ്പ് പറഞ്ഞത്, ഇതുപോലെ നിയമം തെറ്റിക്കണ ഒരു പെണ്ണ് നമുക്ക് അതിനെതിരെ നടപടി എടുക്കാന്നാ പറഞ്ഞത്. ഫോട്ടോ അടക്കം നിങ്ങളുടെ വീഡിയോ അടക്കം പുറത്തു വന്നു എന്ന് പറയുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന ലല്ലു ആണെന്നും ഉറപ്പിച്ച്
സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതിനെന്തുത്തരം കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരു വീഡിയോ ഇല്ലാലോ. ആകെ ഒരു വീഡിയോ വന്നത് ഞാനിപ്പോ പറഞ്ഞായിരുന്നു, ഞാൻ ജസ്റ്റ് ഒരു ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നത്. അതിന്റെ അടിയിൽ വേറെ ഏതോ ഒരു ലല്ലുവിന്റെ ഒരു വീഡിയോ, അതാണുള്ളത്. അത് ഒരുമിച്ചുള്ളതല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ ലല്ലുവായിട്ട് ഒരു ബന്ധവും ഇല്ല? ഇല്ല. വെറുതെ അടിച്ചിറക്കിയൊരു കഥ മാത്രമാണ് ഇതെന്നാണ് പറയുന്നത്. അതെ. ഇപ്പൊ മെഹനു വീഡിയോയിൽ പറയുന്നുണ്ട്, സഫ പലതവണയും ഷൂട്ടിനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലല്ലുവിനൊപ്പം ഒഴിഞ്ഞാടാനാണ് പോകുന്നത് എന്ന്. അത്തരത്തിലുള്ള ഇപ്പോഴാണ് ഈ പുതിയ കഥകൾ മെനന്ത് കേൾക്കണേ. മെനന് അങ്ങനെ ഒരു കഴിവുണ്ട്, മീൻസ് വളച്ചൊടിച്ച് അത് ശരിയാക്കി എടുക്കാൻ അങ്ങനത്തെ ഒരു കഴിവുണ്ട്. കുട്ടിയായിട്ട് ഇടയ്ക്ക് കൊച്ചിനെ കാണുമ്പോൾ ചെറിയ വിഷമം തോന്നും. ഓക്കെ ആണെന്നാലും അത്ര ഡിപ്രഷനിലേക്കൊന്നും പോകാനുള്ള സ്റ്റേജിലായിട്ടില്ല ഞാൻ. ഓക്കെ ആണ്. കാരണം മാനു ഇതിന്റെ പിന്നിൽ കിടന്ന് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. കാരണം എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെയുള്ള വീഡിയോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്ത് ഫസ്മിനക്ക് അയച്ചു കൊടുത്ത് ഫസ്മിന അത് എനിക്ക് അയച്ചെന്ന് ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കും. ഫസ്മിനെയും മെഹനുവിന്റെ കൂടെ ഒരു പാർട്ടായിട്ടുണ്ട്. ഇവര് കളിക്കുന്നുണ്ട്. ഇവര് രണ്ടാൾ കൂടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ ആൾക്കാരുടെ മുന്നിലായാലും സോഷ്യൽ മീഡിയയിലായാലും ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നതും സഫയാണ് മോശക്കാരി എന്ന രീതിക്കാണ് എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഇപ്പൊ മെഹനാസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു തെറ്റാണ്. മെഹനാസ് അത് സഫിനോട് പറഞ്ഞു എന്നും സഫ പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇല്ല. അങ്ങനെ മീഡിയക്കാരെ എപ്പോഴും എല്ലാരും പറ്റിക്കാൻ പറ്റില്ല. നമുക്കിത് സോൾവ് ആക്കാം. അപ്പൊ ഞാൻ പറയും, ഇത്ര ആൾക്കാരെ അറിയിച്ചിട്ട് എന്നെ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി സോൾവ് ആക്കാൻ നിന്നാൽ ഞാൻ ക്ഷമിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ പറഞ്ഞത് ഞാൻ മീഡിയക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. എൻ്റെ ഒരു പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ളൊരു വീഡിയോ മീഡിയക്കാർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ പലതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയും മാപ്പ് പറഞ്ഞെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രായത്തിൽ, ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചു എന്ന് സഫ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഒറ്റ വാക്കിൽ എങ്ങനെ പറഞ്ഞു തീർക്കും സഫ? അത് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. 23ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ കല്യാണം, പിന്നെ ഫസ്റ്റത്തെ ഡിവോഴ്സായി. സെക്കൻഡാമത്തെ പോലെ കുട്ടിയായിട്ട് തല്ലും പിടിയായിട്ട് പിരിഞ്ഞു. നല്ലൊരു ലൈഫ് വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ഒറ്റക്ക് തന്നെ കുട്ടിയായിട്ട് തന്നെ നോക്കാനാണ് പ്ലാൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ചർച്ചകളായി നിൽക്കുന്ന മെഹനാസ് സഫ. ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് സഫയാണ് എന്നോടൊപ്പം ഉള്ളത്. സഫ സ്വാഗതം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മെഹനാസ് സഫ ഫസ്മിനയുടെ ഹസ്ബൻഡിനൊപ്പം എക്സിനോടൊപ്പം ഒളിച്ചോടി എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് സഫ സംഭവിച്ചത്? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണലി അത്ര അടുപ്പുള്ള ഫ്രണ്ട് അല്ല. ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് സാഡ് റീൽസ് ഒക്കെ ഇടുമ്പോൾ ഓക്കെ ആക്കാൻ നോക്ക്, അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണ് സംഭവം. ഞാൻ ഇവിടെ ഒളിച്ചോടിയിട്ടില്ല. പിന്നെ മേനെ സ്റ്റോറി ഇട്ടത് എന്താന്ന് വെച്ചെങ്കിൽ, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ വൈഫ് എന്നെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒളിച്ചോടിയൊന്നും സംഭവം ഇല്ല. പിന്നെ സ്റ്റോറിനകത്ത് നെക്സ്റ്റ് ലല്ലുവിൻ്റെ ഒരു ഫോട്ടോ വെച്ച് കൊടുത്തേക്കണോണ്ട് ഞാനെല്ലാം ഒളിച്ചോടിയെന്നൊരു റൂമറാണുള്ളത്. ഞാൻ എവിടെയും പോയിട്ടില്ല. അത് ശരിക്കും ഫേക്ക് ന്യൂസ് ആയിരുന്നു. അതെ അതെ, ശരിക്കും സഫയുടെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം ഞാൻ ഒളിച്ചോടി പിന്നെ ഇവിടെ നിൽക്കൂലോ. ഒളിച്ചോടി നമ്മ പോയില്ലേ, നാടോട്ട് പോയില്ലേ. കാരണം മീഡിയക്ക് മുന്നിൽ വരേണ്ട ആവശ്യമില്ല, ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. സഫയുടെ ഹസ്ബൻഡ് മെഹനാസ് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതും. അതെന്തിനായിരുന്നു അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യം? നമ്മള് ജസ്റ്റ് തിരൂരിൽ നിന്ന് മീറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു സംഭവം, കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി തിരൂര് വെച്ച്. അങ്ങനെ ഫാമിലി ഇഷ്യൂസ് നമ്മുടെ ഒരു റോട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ പോലീസുകാരോട് നമ്മൾ സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കാറിൽ പോകുന്ന ടൈമിലാണ് ഞാൻ ഈ സ്റ്റോറി കാണുന്നത്. ഞാൻ ഒളിച്ചോടി പോയി കൂടെ ഉള്ളപ്പോ, അതായത് മെഹനാസ് കൂടെ ഉള്ളപ്പോ തന്നെ കൂടെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി ജസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോ, ഇല്ലേ കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ എന്റെ ഡ്രൈവറുടെ റിട്ടേൺ പോവായിരുന്നു, മലപ്പുറത്തുനിന്ന് നാട്ടിലേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്റ്റോറി കാറിൽ നിന്ന് ഞാൻ കാണുന്നത്. ഞാൻ ഇട്ടിട്ട് പോയി വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്തിനായിരിക്കും മെഹനാസ് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത്? നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫാമിലി ഇഷ്യൂ ഉള്ള ചെറിയൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. അതിനിടക്കാണ് എന്റെ ഊബർ ഡ്രൈവറിന്റെ ബാഗ് എന്റെ ഫ്ലാറ്റിലുണ്ടായി. കാരണം വണ്ടീനകത്ത് വെക്കാൻ കഴിയില്ല, പുള്ളി ഫ്ലാറ്റ് വേറെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായി. അതിനുള്ളിൽ നിന്നാണ് ഈ ലല്ലുവിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്. ഐ മീൻ ഊബർ ഡ്രൈവറിന്റെ ബാഗ് പുള്ളിയുടെ ഫ്രണ്ട് ആയിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു ഇവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടിയപ്പോ പിന്നെ ലല്ലുവിനെ ഒരു ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ തന്നെ മാനു ഇതെന്താക്കി, ഫസ്മിനാക്ക് ഇത് അയച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ സംഭവം. പിന്നെ ആ സമയം വരെ തിരൂരിൽ നിന്ന് എന്റെ സംസാരിച്ച ആള് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് ഈ സ്റ്റോറി ഇട്ടത്. അല്ലെങ്കിൽ സ്റ്റോറി ഇടണമെങ്കിൽ മുന്നേ ഇടായിരുന്നു. ഞാൻ മലപ്പുറം പോണ ടൈമിൽ ഇടായിരുന്നു.
ഞാൻ എന്താ ഒളിച്ചോടിപ്പോയി. അതുവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മെസ്സേജ് ആള് നേരിട്ട് കണ്ട് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് ഇതുപോലൊരു സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അപ്പൊ സഫ പറയുന്നത് സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു ബന്ധമില്ല, ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമല്ല. അല്ല, നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. വെറുതെ മെഹനാസ് പറഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റോറി മാത്രമാണ് അത്. അതിനുശേഷം മെഹനാസ് സഫിനോട് സംസാരിച്ചിരുന്നില്ലേ? എന്താ പറഞ്ഞപ്പോ? ഇതൊക്കെ ഇട്ടതിന് ശേഷം പറഞ്ഞു നമുക്കിത് സോൾവ് ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര ആൾക്കാരെ അറിയിച്ചിട്ട് എന്നെ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി സോൾവ് ആക്കാൻ നിന്നാ ഞാൻ ക്ഷമിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ പറഞ്ഞത് ഞാൻ മീഡിയക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം, ഞാൻ മീഡിയക്കാർക്ക് പറഞ്ഞ് ഞാൻ ഓക്കെ ആക്കാം. ഞാൻ പറഞ്ഞു മനുഷ്യന്മാര് പൊട്ടന്മാരല്ല, എപ്പോഴും പൊട്ടന്മാരാക്കാൻ കഴിയില്ല. ഇതിനിപ്പോ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനെ. ഇതുപോലെ ഇതിന് മുന്നത്തെ വട്ടം വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കുട്ടീനെ അസാനുവിനെ കാണാൻ മീൻസ് അസാനുവിനെ മിസ് ചെയ്തിട്ട് ഇട്ടതാന്നൊരു സംഭവം ഉണ്ടായി. അത് ഞാൻ പിരിഞ്ഞു പോയിട്ട് ശരിക്കും ഇട്ടതാണ്. എന്നിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം എന്നെയും കൂടി ഓരോന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ കൂടെ നിന്ന് വ്ളോഗ് ചെയ്തിട്ട് അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രചരിപ്പിച്ചായിരുന്നു. അതിന് ശേഷം ഇപ്പൊ ഈ ഒരു സ്റ്റോറി ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് സത്യമല്ല എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോൾ റെക്കോർഡും എല്ലാം ഉണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ മുന്നിലായാലും സോഷ്യൽ മീഡിയയിലായാലും ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നതും സഫയാണ് മോശക്കാരി എന്ന രീതിക്കാണ് എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പം സഫയ്ക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സഫയ്ക്ക് ഇപ്പൊ മെഹനാസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു തെറ്റാണ്, മെഹനാസ് അത് സഫിനോട് പറഞ്ഞു എന്നും സഫ പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു വീഡിയോ ഇല്ല അങ്ങനെ മീഡിയക്കാരെ എപ്പോഴും എല്ലാരും പറ്റിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുറത്ത് അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. വ്ളോഗിലാണെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിരിച്ചിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ എന്റെ പ്രശ്നം ലൈഫിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഒരു സ്റ്റോറി സാഡ് ഉള്ള സ്റ്റോറി പോലും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം എല്ലാവരും അങ്ങനെ അറിയിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് പിന്നെയും എന്റെ മീഡിയക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു. എന്റെ ഒരു പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ളൊരു വീഡിയോ മീഡിയക്കാർക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ പലതും ഇട്ടുകൊടുത്തതിന് ശേഷം ഇനിയും മാപ്പ് പറഞ്ഞെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മാപ്പ് പറച്ചിലല്ല, പക്ഷെ ആൾക്കാരുടെ മുന്നിൽ മോശക്കാരിയായത് സഫയാണല്ലോ. ഇങ്ങനെ എന്നെ മോശക്കാരി ആക്കിയതിന്റെ ഉദാഹരണം എന്താ വെച്ചെങ്കിൽ 2 ആഴ്ച മുന്നേ നമ്മൾ തമ്മിലൊരു തർക്കവും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം മേനോയുടെ ഭാഗത്ത് തെറ്റല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്റെ തലയിലേക്ക് ഇട്ടത്. എന്റെ തെറ്റുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞെന്ന് കാണിക്കണമല്ലോ, ആ ഒരു സംഭവത്തിനായിരിക്കണം മേ ബി ഇതിട്ടത്. മെഹനാസ് ശരിക്കും സഫയെ ഉപദ്രവിക്കായിരുന്നോ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആണോ? ഉപദ്രവിക്കായിരുന്നു? എത്തരത്തിലുള്ള ഉപദ്രവമായിരുന്നു മെഹനാസിന്റെ ഭാഗത്ത്? ഇടിക്കുക, കുത്ത, അങ്ങനെയൊക്കെ. നല്ല ആണുങ്ങളെ എങ്ങനെയാണോ ഇടിക്കുക അതുപോലെ. പക്ഷെ ആണുങ്ങളെ എനിക്ക് തോന്നുന്നില്ല ആണുങ്ങളായിട്ട് മേനു ഇടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിട്ടേൺ കിട്ടും, പക്ഷെ പെണ്ണുങ്ങളുടെ അടുത്തേ നടക്കൂ. അപ്പൊ പ്രതികരിച്ചിരുന്നില്ല ഒരു സമയത്തും? ഒരു വട്ടം പ്രതികരിച്ചു. എന്നെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് പേടിയായിപ്പോയി. ആ ഒരു സമയത്ത് ഞാൻ പുറകിൽ ഒരു കടിയും ഒരു മാന്തും കൊടുത്തിട്ടുണ്ട്. ആ പാടിപ്പോഴും ഉണ്ട്, മേനോന്റെ പുറത്തുണ്ട്. അതിന്റെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഫോട്ടോസ് ഇല്ല, മേനോന്റെ പുറത്ത് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് നമ്മൾ കാണുന്നതൊക്കെ നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലുള്ള കുറച്ച് വീഡിയോസ്, അല്ലെങ്കിൽ അത്രയും നല്ല കപ്പിൾസ് എന്ന് പറയാൻ തക്ക കുറച്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് കുഴപ്പമുണ്ടായില്ല. ആദ്യത്തെ കുറച്ച് നാളുകൾ കുഴപ്പമുണ്ടായില്ല. അതിന് ശേഷമാണ് ക്യാരക്ടർ മാറി. ഇപ്പൊ എൻ്റെ ഒരു ഗേൾസ് ഫ്രണ്ട്സ് വിളിച്ചാൽ പോലും സ്പീക്കറിലിട്ട് സംസാരിക്കണം. അങ്ങനത്തെ ഒരു കുറച്ച് എന്തോ സൈക്കോ അങ്ങനത്തെ ഒരു ടൈപ്പ്. എനിക്ക് ആരെ ഫോളോ ചെയ്യാൻ കൂടി പാടില്ല ഇൻസ്റ്റഗ്രാമിൽ. പുള്ളിക്ക് എന്തും ചെയ്യാം, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതെപ്പോഴാണ് സഫയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് മെഹനാസ് ഇങ്ങനെ സൈക്കോ ആയി മാറി തുടങ്ങി? അല്ലെങ്കിൽ അത് നമ്മള് വാടകക്ക് താമസിച്ച സമയത്ത് മാനുവിന്റെ ഏതോ ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. ഞാൻ അത് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇതാരാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ സൗണ്ട് ആക്കിയ മേനൊരു ദേഷ്യം വരും. നമ്മൾ തല്ലുമ്പോൾ നമ്മൾ അലറാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മ അങ്ങനെ മിണ്ടുമ്പോൾ അടി ഇരട്ടിയാവും, അധികം കിട്ടും. മിണ്ടാണ്ട് അടി കൊള്ളണം. അപ്പൊ ഇത്രയും നാൾ സഹിക്കായിരുന്നു. ഓക്കെ, സഫ ഓൾറെഡി പറഞ്ഞു സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല, ഒരു ജസ്റ്റ് ഫ്രണ്ട് പോലും ആയിരുന്നില്ല, ഫസ്മിനെ അറിയാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഇഷ്യൂ നടന്നത് ഫസ്മിനെ എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്, കമന്റ് ഇടിപ്പിച്ചിട്ടുണ്ട്, സ്നാപ്പിൽ മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. അവൻ എങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. അങ്ങനെ ഒരു അതെന്തിനായിരുന്നു? അത് ലല്ലു റിട്ടേൺ എങ്ങനെയാണ് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവൾക്ക് അതൊരു വീഡിയോ ആയല്ലേ, അതിന് വേണ്ടിട്ടായിരിക്കാം. അതിനോട് അപ്പം ലല്ലു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു? സ്നാപ്പിൽ അങ്ങനെ റിപ്ലൈ തന്നിട്ടില്ല. നോർമലി അങ്ങനെ ഒരു സ്നാപ്പ് അയക്കുന്ന രീതിക്ക് അങ്ങനെയായിരുന്നു. എന്നെ കൊണ്ട് കമന്റ് ഇടിപ്പിച്ചിട്ടുണ്ട്. ലല്ലുടെ കമന്റ് ഇട്ടപ്പോ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്താ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു കാര്യം നടന്നതിന് ശേഷം, ഇങ്ങനെ ന്യൂസ് വന്നതിന് ശേഷം ലല്ലുവോ ഫസിയോ കോണ്ടാക്ട് ചെയ്തോ? അതിനുശേഷം ഇല്ല, ലല്ലുവിന് അതിനിടയ്ക്ക് എനിക്ക് കമ്പനി ഉണ്ട്. ഈ ഊബർ ഡ്രൈവറുടെ ഫ്രണ്ടാണ് ലല്ലു, ഞാൻ അത് പറഞ്ഞായിരുന്നു. അപ്പോ അങ്ങനെ കമ്പനി ഉണ്ട്. പിന്നെ എഗ്രിമെന്റ് നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോയായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെയാണ് ഈ റൂമർ ഇറങ്ങിയപ്പോ പിന്നെ നമ്മൾ ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യലുണ്ട്. അപ്പൊ സഫയല്ല ആദ്യം പറഞ്ഞത് സഫയ്ക്ക് ലല്ലുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ലല്ലുവിന് അറിയോടി ഉണ്ടായിരുന്നില്ല? ഒട്ടും കോണ്ടാക്ട് ഇല്ല. ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം കോണ്ടാക്ട് ഉണ്ട്. ഈ ഊബർ ഡ്രൈവർ എന്ന് പറയുമ്പോൾ സ്ഥിരം വരുന്ന ഡ്രൈവർ ആണോ? സ്ഥിരമല്ല, നമുക്ക് ഇത് ഓൾറെഡി ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേയ്മെന്റ് കറക്റ്റിന് ഇട്ടുന്നില്ല. അപ്പൊ ഞാൻ അയാളെ മാറ്റിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ നമ്മൾ ഇടുമല്ലോ, പിന്നെ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടപ്പോഴാണ് എനിക്ക് ഇവനെ കോണ്ടാക്ട് കിട്ടിയത്, ഈ ഒരു ഡ്രൈവറിനെ. അങ്ങനെയാണ് ആ സമയത്ത് ലല്ലുമായിട്ട് ചെറിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ. അതെ അതെ. ഈ ഇഷ്യൂ നടന്നതിന് ശേഷം, ലൈക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം ലല്ലു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്? എന്താ പറഞ്ഞ ലല്ലു? മീൻസ് ഇങ്ങനെ റൂമർ ഇറങ്ങിയപ്പോ കേസ് കൊടുക്കണ ആരും അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഫസി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തോ? ഫസി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫസി കോള് വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല. മെസ്സേജുകൾ ഒരുപാട് തെറികളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. അപ്പൊ ഫസിയും വിശ്വസിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒളിച്ചോടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൂട്ടുകാരി വിശ്വസിക്കണമെങ്കിൽ, മീൻസ് കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ പേഴ്സണലി അല്ല, ഇപ്പൊ സഫ എന്നെ പറഞ്ഞിട്ടുണ്ട് ഫസി എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട് സ്നാപ്പിൽ ഇങ്ങനെ. അപ്പം ആ ഒരു കോണ്ടാക്ട് ഉള്ള ഒരു കൂട്ടുകാരി ഇത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കോ? അത് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചെങ്കിൽ മേ ബി മാനു പറഞ്ഞ കാര്യങ്ങളാവാം. മാനു വിളിച്ചിട്ട് കുറെ കരഞ്ഞെന്നാണ് ഫസ്മിന പറഞ്ഞത്. മേ ബി അതാവാം. ഇപ്പം എന്തായാലും സഫയുടെ കൂട്ടുകാരിയല്ലോ, ഒന്ന് സംസാരിച്ചു നോക്കാറുന്നില്ലേ ഇങ്ങനെയാണ് സത്യം? പക്ഷെ കൂട്ടുകാരി എന്ന് പറഞ്ഞെങ്കില് പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അതുപോലത്തെ ചാറ്റും വായിന്ന് വന്നത് അമ്മാതിരി വാക്കുകളാണ് വന്നത്. അപ്പോ ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടറുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം ഞാനിപ്പോ സൈബറിൽ കേസ് കൊടുത്തു, എന്നെ പറ്റി ഇനി വീഡിയോസ് ഒന്നും ഇടരുത് എന്ന് പറഞ്ഞ് സൈബറിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വരെ വിളിച്ചു പറഞ്ഞു ഇനി വീഡിയോസ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ ഉറപ്പ് പറഞ്ഞത് ഇതുപോലെ നിയമം തെറ്റിക്കണ ഒരു പെണ്ണ് നമുക്ക് അതിനെതിരെ നടപടി എടുക്കാന്നാ പറഞ്ഞത്. അവരോട് ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല, അങ്ങനെ തന്നെ അവര് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് വരെ. സഫ ഇതിനെതിരെ ഏതിനെങ്കിലും ഇപ്പം ഫസി ഒഴിച്ച് ബാക്കി എന്തിനെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു നിശാൽ എന്ന് പറഞ്ഞിട്ടൊരു മാനുവിന്റെ ഫ്രണ്ട്, പുള്ളി ഇതുപോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ ഇടുന്നുണ്ട്. സഫ ഇപ്പൊ എവിടെ താമസിക്കണം? ഒറ്റയ്ക്കാണോ? ഞാൻ ആലുവ. ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാണ്? കുട്ടിയോ? നിങ്ങളുടെ കുട്ടി? കുഞ്ഞിന്റെ കൂടെ തന്നെ. ഇടയ്ക്ക് അനിയത്തിയും ഉച്ചയ്ക്ക് വരും, കാണാൻ വരും. അവര് ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഒന്നും പറഞ്ഞില്ലായിരുന്നു ഫാമിലി? അവര് പറഞ്ഞു കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും, മാനു ഇനി ഡ്രാമ കളിച്ച് വന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട. കൊറേ ഞാൻ അക്സെപ്റ്റ് ചെയ്തതാ ഇങ്ങനെ വന്നിട്ട്, ഇനി അതൊന്നും അക്സെപ്റ്റ് ചെയ്യണ്ട, കേസായിട്ട് തന്നെ നല്ലോണം ടൈറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ അവർക്ക് ടെൻഷൻ ഞാൻ ഒറ്റക്ക് ഉള്ളതുകൊണ്ട്, കാരണം ഡോറൊക്കെ കുത്തി പൊട്ടിച്ചിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പൊ ആകെ ഒരു കുറ്റിയിലാണ് ഇപ്പൊ ഡോർ ഉള്ളത്. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട്. കാരണം മിനിയാന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു മാനുവിന്റെ വക, അവളവിടെ ഒറ്റക്കല്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാന്ന് പറഞ്ഞത് ഞാൻ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിക്കണേന്റെ. ആണ് ഈ മെഹനാസിന്റെ ഫാമിലി ഒന്നും പറഞ്ഞില്ല ഇതിനു ശേഷം? പെങ്ങള് വിളിച്ചായിരുന്നു, പിന്നെ ഇന്നലെ ഉമ്മ വിളിച്ചായിരുന്നു. പെങ്ങളും ഉമ്മയൊക്കെ സഫയുടെ കൂടെയാണോ? അതോ ഉമ്മ അവർക്ക് അറിയാം നടക്കണത് എന്താ സംഭവം എന്നറിയാം. ഉമ്മ പറയുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ ഇതുപോലത്തെ ബുദ്ധിയില്ലായ്മ കാണിക്കൂന്ന്, നീ എന്തിനാ കേസ് കൊടുക്കാൻ പോയത് എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. കാരണം എനിക്ക് വേറെ വഴിയില്ല അമ്മ. അന്ന് എന്നെ ഈ അടുത്ത് തല്ലിയപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ച് പറഞ്ഞതാ ഉമ്മ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമ്മ സമാധാനിപ്പിച്ചു എന്നെ. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പോ നിലവില് നമുക്കെതിരെ ഒരു ആരോപണം വന്നാൽ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്കെതിരെ ഒരു ആരോപണം വന്നാല് നമുക്കുള്ളില് കുറച്ച് ഫീലിങ്സ് ഉണ്ടാവും. എനിക്കിപ്പോഴുള്ള ഫീലിങ്സ് പറഞ്ഞാൽ കുട്ടിയായിട്ട് ഒറ്റക്ക് ആയതുകൊണ്ട് ഇതുപോലെ സൈബർ അറ്റാക്ക് വരുമ്പോ ഇടയ്ക്കൊന്ന് ജസ്റ്റ് മൈൻഡ് ഒന്ന് ഔട്ടാവും, അതേ ഉള്ളൂ. അല്ലാത്ത വേറെ കുഴപ്പമില്ല, ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരുപാട് പേര് കമന്റിൽ പറയുന്നുണ്ടെങ്കിൽ ഫോട്ടോ അടക്കം നിങ്ങളുടെ വീഡിയോ അടക്കം പുറത്തു വന്നു എന്ന് പറയുന്നുണ്ട്. ലല്ലു ആയിട്ട് ഒളിച്ചോടുന്ന വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ കാണുന്ന ലല്ലു ആണെന്നും ഉറപ്പിച്ച് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതിനെന്തുത്തരം കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരു വീഡിയോ ഇല്ലാലോ. ആകെ ഒരു വീഡിയോ വന്നത് ഞാനിപ്പോ പറഞ്ഞായിരുന്നു, ഞാൻ ജസ്റ്റ് ഒരു ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നത്. അതിനടിയിൽ വേറെ ഏതോ ഒരു ലല്ലുവിന്റെ ഒരു വീഡിയോ, അതാണുള്ളത്. അത് ഒരുമിച്ചുള്ളതല്ല, സെപ്പറേറ്റ് കൊളാശ് പോലെ ആക്കിയേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ ലല്ലുവായിട്ട് ഒരു ബന്ധവും ഇല്ല? ഇല്ല. വെറുതെ അടിച്ചിറക്കിയൊരു കഥ മാത്രമാണ് ഇതെന്നാണ് പറയുന്നത്. അതെ.
ഇതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ തിരിച്ചിടണം എന്ന് സഫയ്ക്ക് തോന്നിയിട്ടില്ലേ? തിരിച്ചിടാൻ ഞാൻ നിന്നപ്പോഴാണ് ഞാനിപ്പോ കോടതി വഴി ഇതായതുകൊണ്ട് അഡ്വക്കേറ്റ് പറഞ്ഞു കമന്റിന് പോലും റിപ്ലൈ കൊടുക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അത് നിയമത്തിനെ അത് ബാധിക്കും. കാരണം രണ്ടാളും തമ്മിൽ വേറെ വ്യത്യാസമില്ല. ഒരാൾ വീഡിയോ ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ അടുത്ത ആൾ ഇട്ടെങ്കിൽ നിയമത്തിലൊരു ബന്ധമില്ല എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇന്നലെ CCTV വന്നതിന്റെ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്തിട്ടായിരുന്നു. ഒരുമിച്ച് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു CCTV ഇറങ്ങിയായിരുന്നു. അതിന് ഞാൻ റിയാക്ട് ചെയ്ത് തെളിവോട് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മെഹനു വീഡിയോയിൽ പറയുന്നുണ്ട് സഫ പലതവണയും ഷൂട്ടിനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലല്ലുവിനൊപ്പം ഒഴിഞ്ഞാടാനാണ് പോകുന്നത് എന്ന്. അത്തരത്തിലുള്ള അതായത് ഇപ്പോഴാണ് ഈ പുതിയ കഥകൾ മെനയന്ത് കേൾക്കണ തന്നെ. മെനന് അങ്ങനെ ഒരു കഴിവുണ്ട്. മീൻസ് വളച്ചൊടിച്ച് അത് ശരിയാക്കി എടുക്കാൻ അങ്ങനത്തെ ഒരു കഴിവുണ്ട്. ഇനി ശരിക്കും മെഹനാസായിട്ട് ഒരുമിച്ച് പോകാൻ ഒരിക്കലും പറ്റില്ല. ലീഗലി ഡിവോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തോ? ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്യണം. വീട്ടുകാരും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഇതുപോലെ മെഹനാസിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് സഫ. അപ്പം ഈ ഒരു കേസ് വന്നപ്പോൾ വീണ്ടും ഒരു കുത്തിപ്പൊങ്ങിയ ഒരു കാര്യമായിരുന്നു റിഫ മരിച്ചതിന് പിന്നില് മെഹനാസ് ആണ്. അപ്പോ സഫയോട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? റിഫയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ സഫയ്ക്ക് എന്തെങ്കിലും ദുരൂഹമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ദുരൂഹത തോന്നിയെന്ന് പറയില്ല. എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവളങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണില്ല. ബിക്കോസ് മൂന്നാറിൽ വെച്ചിട്ട് അവളെ ഇതുപോലെ വേറൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച സമയത്ത് പോലും സൂസൈഡ് ആകാത്ത ഒരു വ്യക്തി ഒരു കാരണമില്ലാണ്ട് അത്ര ഹാപ്പി ആയിട്ടാണ് അവൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നത് രാത്രി. അന്ന് അത്ര ഹാപ്പി ആയിട്ട് വരുന്ന ഒരാൾ ഒരിക്കലും സൂസൈഡ് ചെയ്യാൻ തോന്നുന്നില്ല. മൂന്നാർ വെച്ച് ചെയ്യാത്ത ആള് ഇവിടെ വെച്ചിട്ട് ആ ഒരു കാരണം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മെഹനാസ് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആകെ പറഞ്ഞിട്ടുള്ളത് ഇവള് ഷോപ്പിൽ നിന്ന് വന്നു, ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, അപ്പൊ ലേറ്റ് ആയിരുന്നു. വേറെ തർക്കവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ മാനുവൽ ചോദിച്ചു ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് വെച്ചപ്പോ വന്നില്ല എന്ന് പറഞ്ഞ്. റിഫ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് റിഫ ഫ്ലാറ്റിലേക്ക് പോയി. മാനും ജംഷാദ് വന്ന സമയത്ത് ഇതാണ് കാണുന്നതെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. റിഫയെ പേഴ്സണലി സഫയ്ക്ക് അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ കഥകൾ കേട്ടിട്ടിപ്പോ മെഹനാസിന്റെ മുമ്പുള്ള കഥകൾ അറിഞ്ഞിട്ടാണ് സഫ മെഹനാസിന്റെ ലൈഫിലേക്ക് പോകുന്നത്. അതെങ്ങനെയാ അക്സെപ്റ്റ് ചെയ്തിരുന്നത്? അത് ആ ഒരു സമയം പരിചയപ്പെട്ടപ്പോൾ നമ്മൾ നോർമലി ഫ്രണ്ട്സ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്തോ തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളെ പോലെ തോന്നി സംസാരത്തിലൊക്കെ. നമുക്ക് മറ്റാളുടെ വശം നമുക്ക് കേൾക്കുന്നില്ലല്ലോ, അയാള് ലോകത്തില്ലല്ലോ. അപ്പൊ ഞാൻ മാനു പറയുന്നതൊക്കെ കേട്ടു. ആകെ എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിന്ന് പറഞ്ഞിട്ട്. അപ്പൊ റിലേഷൻ ഉണ്ടായിന്ന് പറഞ്ഞപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മാനു അടുത്ത് പറയും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ മാനുവിൻ്റെതാണെങ്കിൽ അവൾ ചിലപ്പോ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാനസികാവസ്ഥ അങ്ങനെ ആവാം. ചിലപ്പോ അതൊരു കള്ളക്കഥയായിരിക്കാം. കള്ളക്കഥയാന്ന് പറയില്ല. കാരണം മൂന്നാറ് വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ലാപ്ടോപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിച്ചത്. അതിന്റെ ബാക്കിൽ എന്താ കഥ എന്ന് നമുക്കറിയില്ല. അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും മെഹനു പറഞ്ഞിട്ടില്ല. ഒരാളെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാതെ എങ്ങനെയാ വീട്ടുകാരായാലും വീട്ടിൽ അത്ര സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാനുവിന് വീട്ടിൽ വന്നിട്ട് പിന്നെ മാനു കെട്ടണം എന്ന് പറഞ്ഞുള്ളൊരു വാശിയായിരുന്നു. പിന്നെ ആ സമയത്ത് മാനു നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈമില്. അപ്പൊ ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ. പിന്നീട് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോ വീട്ടുകാർ പറയുന്നുണ്ടോ? അതെ പറഞ്ഞു. നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ, പിന്നെ നീ ഇവന്റെ കൂടെ പോയത് അന്നേ നമ്മ സ്വഭാവം പറഞ്ഞതല്ലേ എന്ന് പറയുന്നവരെ എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളോ ഒറ്റപ്പെടുത്തലുകളോ? അങ്ങനെ ഒറ്റപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ സപ്പോർട്ടാണ്. കേസ് കൊടുത്ത് വേണമെങ്കിൽ ഇവിടെ വന്ന് നിക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാനായിട്ട് നിക്കാത്തതാ പോയിട്ട്. ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം എങ്ങനെയാ സഫ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ? കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ കുഴപ്പമുണ്ട്, എന്നാലും ഓക്കെ ആണ്. കുട്ടിയായിട്ട് ഇടയ്ക്ക് കൊച്ചിനെ കാണുമ്പോൾ ചെറിയ വിഷമം തോന്നും. ഓക്കെ ആണ്. എന്നാലും അത്ര ഡിപ്രഷനിലേക്കൊന്നും പോകാനുള്ള സ്റ്റേജിലായിട്ടില്ല ഞാൻ. ഓക്കെ ആണ്. കാരണം മാനു ഇതിന്റെ പിന്നിൽ കിടന്ന് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. കാരണം എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെയുള്ള വീഡിയോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്ത് ഫസ്മിനക്ക് അയച്ചു കൊടുത്ത് ഫസ്മിന അത് എനിക്ക് അയച്ചെന്ന് ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കും. ഫസ്മിനയും ഹെനുവിന്റെ കൂടെ ഒരു പാർട്ടായിട്ടുണ്ട്. ഇവര് കളിക്കുന്നുണ്ട്. ഇവര് രണ്ടാൾ കൂടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഞാൻ മലപ്പുറത്ത് ഷൂട്ടിന് പോയിട്ട് തിരൂര് സ്റ്റേഷനിൽ കാണുന്ന സമയത്ത് ഫസ്മിന മെസ്സേജ് അയക്കുന്നുണ്ട്, നീ കാസർഗോഡ് മാനുവിനോട് പോ. മാനു എന്നെ കാസർഗോഡ് വിളിക്കുന്നുണ്ട് നിർബന്ധിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ അങ്ങോട്ടും കൂടെ സംസാരം ഉണ്ടെന്ന്. ഫസ്മിന എന്നെ ചൂടായി പറയാ, നീ കാസർഗോഡ് അവന്റെ കൂടെ തന്നെ പോണം.
മെഹനാസിന്റെ കൂടെ നീ പോണം എന്ന് പറഞ്ഞിട്ടൊരു താക്കീതായിരുന്നു. മാനു ഇതുപോലെ നീ എന്റെ കൂടെ വരണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ പോയില്ല. പക്ഷെ അതുപോലെ നിങ്ങളുടെ ഏതൊരു ചാറ്റും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫസ്മിനെ ആയിട്ടുള്ള ഒരു. അതെ അതെ അതാ, അത് ഞാൻ മുന്നേ ചാറ്റ് ചെയ്ത ചാറ്റാണ്. നോർമലി മുന്നേ നല്ല കമ്പനി ആയിട്ട് തന്നെ ചാറ്റ് ചെയ്തു. ഈ ഫസ്മിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ? ഇപ്പൊ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ചാറ്റ് എന്തെങ്കിലും കയ്യിൽ കിടപ്പുണ്ടോ? ഇതാണ് ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ. സഫയും ബോയ് ഫ്രണ്ടും ആയിട്ടുള്ള വീഡിയോ വൈറലായി. ഇതെനിക്ക് അയച്ചു തന്നിട്ട് വാവായിട്ടുണ്ട്, എടി ഉളുപ്പുണ്ടോടി, എത്ര പേരുടെ കൂടെ കിടന്നു, ഇതുപോലെ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നതാണ്. ഇതൊക്കെ ഫസ്മിന സഫയ്ക്ക് അയക്കുന്ന മെസ്സേജ് ആണല്ലേ? ഈ വീഡിയോസ് ഒക്കെ മെഹനാസ് അയച്ചു കൊടുക്കാതെ കിട്ടൂല. കാരണം ഇത് 3-4 വർഷം മുമ്പേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ എന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിൽ ഇട്ട കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ അക്കൗണ്ട് മാനുവിന്റെ നമ്പറിലാണ് ഇപ്പൊ ഉള്ളത്. അതൊക്കെ ഞാൻ തെളിവ് എടുത്തു വെച്ചിട്ടുണ്ട്. മാനുവിന്റെ നമ്പറിലാണ് ആ അക്കൗണ്ട് ഇപ്പൊ ഉള്ളത്. അപ്പൊ മാനു അറിയാണ്ട് ഒരിക്കലും ഇത് പുറത്തു പോകാൻ ചാൻസ് ഇല്ല, ഉറപ്പാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ കൂടുതൽ ദേഷ്യവും കാര്യങ്ങളും ഇപ്പൊ അത്രക്ക് വന്നോങ്ങി ഉണ്ടെങ്കിൽ ഇത്ര പുറകെ നടന്നു. ഇന്നലെ വരെ മാനു എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെയും ചാറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നിന്റെ കാല് പിടിക്കാ, എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനാവുന്നില്ല. 10:20 AM ഇന്ന് ടുഡേ എന്നയച്ച മെസ്സേജാ. ലാസ്റ്റ് മെസ്സേജ്, നിന്റെ കാല് പിടിക്കാൻ, നിങ്ങളെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം സഫയ്ക്ക് തിരിച്ച് ചോദിച്ചൂടെ? ഞാൻ ഒന്ന് റിപ്ലൈ കൊടുക്കാതെ നമ്മൾ കോർട്ട് വഴി നീങ്ങേണ്ടതാ. ഒരുപാട് മെസ്സേജ് ഉണ്ട്, ഒന്നും ഞാൻ റിപ്ലൈ കൊടുത്തുള്ളതാ. കുറെ കരഞ്ഞ് ഇമോജി, ഇടക്ക് വോയിസ് അയക്കും. നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ ചെയ്യാൻ പോണ കളികൾ എന്താന്ന് പറയാം. അതെല്ലാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് അപ്പൊ ഡിലീറ്റ് ചെയ്യും. രണ്ടാളും കണക്കാം, മാനോ അതെ ഫസ്മിന അതെ, അപ്പൊ ഡിലീറ്റ് ചെയ്യും. അപ്പൊ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ തെളിവ് വേറെ ഉണ്ടാവില്ല. അപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുഞ്ഞിന് വേണ്ടിട്ട് ഇനി ഒന്നിക്കാൻ? ഇല്ല. കുഞ്ഞിനെ ഇനി ഒറ്റയ്ക്ക് നോക്കുന്നാണോ? നോക്കും. ഇനിയിപ്പോ വേറൊരു കല്യാണത്തിന് ഒരു അപ്രോച്ച് വന്നാൽ? ഇപ്പൊ ഇല്ല. ഇപ്പോ ജീവിതത്തിൽ ഇപ്പോ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചു എന്ന് സഫ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു അനുഭവം ഒറ്റ വാക്കിൽ എങ്ങനെ പറഞ്ഞു തീർക്കും സഫ? അത് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. 23ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ കല്യാണം, പിന്നെ ഫസ്റ്റത്തെ ഡിവോഴ്സായി, സെക്കൻഡാമത്തെ പോലെ കുട്ടിയായിട്ട് തല്ലും പിടിയായിട്ട് പിരിഞ്ഞു. ഇതിലിപ്പോ എന്താ പറയാനുള്ള? പ്രത്യേകിച്ചൊന്നുമില്ല, മൂഞ്ചി അവസ്ഥ തന്നെ പറയാനുള്ളൂ. ഇത് നല്ലൊരു ലൈഫ് വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ഒറ്റക്ക് തന്നെ കുട്ടിയായിട്ട് തന്നെ നോക്കാനാണ് പ്ലാൻ. സഫയ്ക്ക് ജോലി ഉണ്ടോ? ഇല്ല, ഞാൻ വണ്ടി ഊബർ ഓടാൻ കൊടുക്കുന്നുണ്ട്, എന്റെ സ്വന്തം വണ്ടി. ഊബർ. പിന്നെ എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇപ്പം കുഞ്ഞിനെ നോക്കാൻ ഇനി സഫ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു വോയിസ് റെക്കോർഡ് ഇറങ്ങിയായിരുന്നു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചത്. കുട്ടീനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് വർക്കിന് പോകുന്നത്, അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടായി. ഞാൻ ഈ ചെറിയ കൊച്ചിനെ വെച്ചിട്ട് ഞാൻ ഒരു വർക്കിന് പോകണമെന്ന് ചിന്തിക്കണുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ചാൽ മതിയല്ലേ. ആ ഒരു വോയിസിൽ അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ച മെസ്സേജ്, എന്റെ മുന്നത്തെ അക്കൗണ്ട് മാനു ഹാക്ക് ചെയ്തിട്ടുണ്ടായത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിന് മുന്നത്തെ ഒരു അക്കൗണ്ട്, അതിൽ നോർമലി ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ച വോയിസ് ഒക്കെയാണ് ഇപ്പൊ എടുത്ത് ലീക്ക് ചെയ്തേക്കണത്. ഇതൊന്നും മാനു അറിയാണ്ട് ചെയ്യൂലോ, എല്ലാം മാനു അറിഞ്ഞിട്ടുള്ള കളിയാണ്. വൈഫിനെ അത്ര നാണം കെടുത്തുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യൂല. എന്നിട്ട് എനിക്ക് വന്ന മെസ്സേജ്, നിന്നെ ഞാൻ രക്ഷിക്കാം, നീ ഞാൻ പറയണ പോലെ കേക്ക്, നീ കേസ് കൊടുത്തത് പിൻവലിക്ക്, ഇപ്പൊ എന്റെ വീഡിയോ ഇട്ടത് നീ അതൊക്കെ ബാക്കപ്പ് ചെയ്യും. കേസ് കൊടുത്തോണ്ട് മാത്രമാണ് മെഹനു അത്തരത്തിലുള്ള ഒരു മെസ്സേജ് അയക്കണം? നമുക്ക് തിരിച്ച് അറിയില്ല. ഇപ്പൊ കുറച്ച് വീഡിയോസ് ഞാൻ കുറച്ച് തെളിവുകളും കൊടുത്തിട്ട് കുറെ വീഡിയോസ് ഇറങ്ങിയായിരുന്നു. അതൊക്കെ നീ ഡിലീറ്റ് ചെയ്യാൻ എന്ന് പറയും എന്റെ അടുത്ത്. ഞാൻ എല്ലാം നിന്റെ ഇടാതിരിക്കാൻ പറയാം, എല്ലാരോടും പറയാം എന്നൊക്കെ പറയും. അപ്പൊ എല്ലാരോടും പറയുമ്പോ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ തമ്മില് ഇപ്പം നിങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പല അടികളും അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഒരു കൃത്യമായ ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് കണ്ടു വന്ന രീതിക്ക് ഇത്തരത്തില് ഇല്ല, കണ്ടേനല്ല. ഇപ്പൊ കണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ തിരൂര് വൈകുന്നേരമാണ് ഇഷ്യൂ ഉണ്ടായത്. വൈകുന്നേരമാണ് മാൻ സ്റ്റോറി ഇട്ടത്. അന്ന് രാവിലെ തൊട്ട് എന്നെ വിളിച്ചിട്ട് കാണണം എന്ന് പറയുന്ന ആള് എന്തുകൊണ്ട് രാവിലെ ഇട്ടില്ല? അന്ന് മുതൽ പറഞ്ഞൂടെ ഞാൻ ഒളിച്ചോടി പോയിന്ന് രാവിലെ, എന്തുകൊണ്ട് അപ്പ് ഇടാനത്? അപ്പൊ ഇത് ശരിക്കും മെഹനാസും ഫസ്മിനും കൂടി പ്ലാൻ ചെയ്ത ഒരു കാര്യം അറിയില്ല. ഇവരെന്താ കളിക്കണ സംഭവം എനിക്കറിയില്ല. ഞാനും മാനും 2 ആഴ്ച മുന്നേ അടിയും പിടിയും ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു കാരണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോ നമ്മള് തല്ലി പിരിഞ്ഞെന്ന് മീഡിയക്ക് അറിഞ്ഞാല്, ഇപ്പൊ ഞാൻ പറയുമല്ലോ ഇന്ന കാരണം കൊണ്ടാണ് നമ്മള് ഫൈറ്റ് ആയതെന്ന് പറയുമല്ലോ. അപ്പൊ മാനോട് ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടേ മുന്നിട്ടതായിരിക്കാം.
അങ്ങനെ ആയിരിക്കാം. ആയിരിക്കാം. ചിന്തിക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. അതെ അതെ, ചിന്തിക്കുമ്പോ എനിക്ക് അങ്ങനെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലെങ്കിലും നിങ്ങളൊരു ഇപ്പൊ പറഞ്ഞു അതിന് മുന്നേ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു, ആ വഴക്കിൽ നിങ്ങൾ പിരിയുകയായിരുന്നോ? അതെ, പിരിയും, ഉറപ്പായും. അതിനുശേഷം ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോഴും മേനു കരഞ്ഞു പറഞ്ഞു ഞാൻ ഇനി തെറ്റൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞത്. ഒരുപാട് ഞാൻ ക്ഷമിച്ചതാ, ഇതുപോലെ ഞാൻ ഒരുപാട് ക്ഷമിച്ചതാ. പക്ഷെ ഈ പ്രാവശ്യം കുട്ടി ഉണ്ടായിട്ട് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്തപ്പോ എനിക്ക് അത്രക്ക് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ്, അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ഭാര്യ റിഫയ്ക്കും ഇങ്ങനെ സംഭവിച്ചത്, രണ്ടാമത്തെ ഭാര്യ ഒളിച്ചോടി പോയതും മെഹനാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ പറയുന്നത് സഫയുടെ ഭാഗത്താണ് തെറ്റ്. സഫ ഇങ്ങനൊരു കുട്ടിയുണ്ട്, കല്യാണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുമായിട്ട് ഇതാവുന്നത് ശരിയല്ല എന്നൊരു ദിക്കും പറയുന്നുണ്ട്. സഫയ്ക്ക് സോഷ്യൽ മീഡിയ പറയുന്നത് കണ്ടിട്ട് എന്താ പറയാനുള്ളത് അവരോട്? പറയുന്നത് കണ്ടിട്ട് എന്താ തോന്നുന്നത് വെച്ചാ, സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നതെല്ലാം ഒന്നും സത്യമല്ല. ഇപ്പൊ നമ്മുടെ ലൈഫ് തന്നെ നോക്കിയാലും ഞാൻ ചിരിച്ചല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, എല്ലാത്തിലും ചിരിച്ചും കളിച്ചത് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അതുപോലെ റിഫാന്റെ അവസ്ഥയാണെങ്കിലും ചിരിച്ചിട്ടല്ലാണ്ട് റിഫ വന്നിട്ടില്ല, പക്ഷെ അതിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് അവർക്കേ അറിയുള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഒന്നും സത്യമല്ല, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ റിഫയുടെ കാര്യം ആലോചിക്കുമ്പോ അതിൽ എന്തെങ്കിലും ദുരൂഹത ഇപ്പൊ തോന്നുന്നുണ്ടോ? ഉണ്ടാവും. മുമ്പ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല? ഇല്ല, ആ സമയത്ത് മേനു പറഞ്ഞ കഥകൾ എനിക്ക് അറിയുള്ളൂ, പിന്നെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ട്, കാരണം ഞാനിപ്പോ അനുഭവിക്കുന്ന അനുഭവം എനിക്കറിയാം. അപ്പൊ ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും എനിക്കിപ്പോ ചിന്തിക്കാം. കാരണം സ്വന്തം മോനെ ഇട്ടിട്ട് ദുബായിൽ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ചിന്തിക്കാവുന്നുള്ളൂ. അപ്പൊ ഈ മെഹനാസ് മറ്റേ കുട്ടീനെ, അതായത് റിഫയുടെ കുട്ടീനെ കാണാൻ പോവില്ല അങ്ങനെയല്ലായിരുന്നു? സഫ പറയില്ലായിരുന്നോ മോനൊന്ന് പോയി കാണാൻ? പറയായിരുന്നു, പക്ഷെ പോവില്ലായിരുന്നു, ഇല്ല, തിരിഞ്ഞു നോക്കില്ല. ഈ മോനോട് കോർട്ട് വഴി കാണാൻ പാടില്ല, മീൻസ് കോർട്ടിൽ ഇത് നടക്കുമല്ലോ, കുട്ടീനെ ആർക്ക് വേണം എന്നുള്ള ഇതില് മേനു പോയിട്ടുണ്ടായില്ല. അപ്പൊ കുട്ടി അവർക്ക് റിഫയുടെ ഫാമിലിക്ക് സ്വന്തമായി. നമ്മളുടെ മോനോട് കുഞ്ഞിനോട് നല്ല രീതിക്ക് കുഴപ്പമുണ്ടോ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു വാപ്പ കൊടുക്കുന്ന ഒരു സ്നേഹം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. അങ്ങനെ ആണെങ്കിൽ എന്റെ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോ എന്നെ തല്ലുന്നൊരു സംഭവം ഉണ്ടാവില്ല. കുട്ടി അത്ര അലറി കരയുമ്പോ ഒരിക്കലും അത്ര സ്നേഹമുള്ള വാപ്പ ഒരിക്കലും ചെയ്യില്ല. മെഹനാസിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തരത്തിലുള്ള ഉപദ്രവം സഫ നേരിട്ടിട്ടുണ്ട്? ഒന്ന് ശാരീരികവും മാനസികമൊക്കെ ആയിട്ടും തളർത്തും. ഇതിപ്പോ ഈ അടുത്ത് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ആ തെളിവുകളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഡൗൺ ആക്കി കളയും. ഞാൻ കുട്ടീനെ ഉറക്കിക്കൊണ്ടിരുന്ന സമയത്താണ് തുണി ഷോൾ എടുത്തോണ്ട് പോണ്, സ്റ്റൂൾ എടുത്തിട്ട് പോണ്, എന്നിട്ട് വാതിലടച്ചിട്ട് മരിക്കാൻ നോക്കുന്ന കാര്യങ്ങൾ ഒരുപാട്. ഇതിനു മുന്നേ ഒരുപാട് വട്ടം എന്നെ ആത്മഹത്യ ഭീഷണി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന് പിന്തിരിഞ്ഞ് ഞാൻ ഇനി ഇതിലേക്ക് ലൈഫിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറെ എന്നെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോ സഫ ഒരിക്കൽ പോലും ഇത് വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു? ആകെ ഒരു വട്ടം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് ചെന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഗർഭിണിയായി, പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ ഒന്നിച്ചതാണ്. ഒരു പ്രാവശ്യം പിരിയാൻ നോക്കിയതാണ്, പക്ഷെ പ്രഗ്നന്റ് ആയി കുട്ടിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നിച്ചു. ഇനി അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല? ഒരിക്കലും ഇല്ല.